കാന്തപുരം കാഞ്ചനതാരം കാലത്തിന്റെ കൗതുകസാരം കാവലാളാണേ കാരുണ്യമാണേ. ഞാൻ പാടുന്നില്ല, പക്ഷെ ഈ പാട്ടുണ്ടല്ലോ ഇന്നിന്റെ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായ അന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വരികൾ ഇന്നത് യാഥാർത്ഥ്യമായിരിക്കണം. 1989 മുതൽ ആ മഹാമനീഷിയുടെ വളർച്ചയെ തടയാൻ വേണ്ടി ബുദ്ധിയും വികാസവും ഒക്കെ നഷ്ടപ്പെട്ട് അന്ന് എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷെ ആ വളർച്ചയെ തടയാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചവരുണ്ട്. അവർക്കിന്ന് മധുര പ്രതികാരത്തിന്റെ ദിനമാണ്. അവർക്കെല്ലാവർക്കും കിട്ടി. എല്ലാവരുടെയും നാക്കിലൂടെ എല്ലാവരുടെയും സംസാരം ഒരേ ഒരു നാമം, അതെ, AP ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. എങ്ങനെയിരിക്കണേ? അപ്പം മറ്റുള്ള രാജ്യത്ത് ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ ഒരു പണ്ഡിതൻ വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹിമ്മത്ത്, ഇച്ഛാശക്തി ചെറുതൊന്നുമല്ല. പഴയകാല ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ വേണ്ടി പറ്റും. അദ്ദേഹത്തെ ഇരുത്തിക്കളയാമെന്ന് ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചു. അവർക്കൊക്കെ ഇന്ന് മാഷാ അല്ലാഹ് AP ഉസ്താദ് ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള കേസുകളിൽ ഇടപെടുന്നതോ ഇറക്കുന്നതോ ഒക്കെ. പല കേസുകളിലും പല രാജ്യങ്ങളിലും ഇടപെടുകയും ജോലി ആവശ്യവും ഇതുപോലെയുള്ള വധശിക്ഷക്കോ മറ്റൊക്കെ ജയിലിൽ കുടുങ്ങിയ ആളുകളൊക്കെ രക്ഷിച്ചെടുക്കുന്ന ഒരുപാട് സംഭവങ്ങൾ വന്യരായ ഷെയ്ഖുന AP ഉസ്താദ് ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും കേളി കേട്ടിട്ടുള്ള വലിയ ഒരു ക്രൈം നടന്നൊരു സംഭവമാണ്. അത് ഇന്ന് ഏറ്റവും അവസാനമായ തൂക്കുകയറിന്റെ ആ ഒരു നിമിഷത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരേ ഒരു പണ്ഡിതൻ ഇടപെടുന്നു. സൂഫിയാക്കളുമായിട്ടുള്ള ബന്ധം. പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ, സുന്നി ആശയം എന്ന് പറഞ്ഞാൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും വക്താക്കളാണ്. മതനിരപേക്ഷ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്നതിനോടൊപ്പം മാനവികത പഠിപ്പിക്കുന്നു, ധാർമ്മികത പഠിപ്പിക്കുന്നു. കൊല്ലുവാനും വെട്ടുവാനും കൊലവിളി മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിക്കുന്നില്ല. ഒരുപാട് പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ പ്രകടനങ്ങളും ആർത്തിരമ്പി വന്നിട്ടുണ്ട്. പക്ഷെ അവിടൊക്കെ മുദ്രാവാക്യം വളരെ മനോഹരമായിട്ടുള്ള താക്കീത് കൊടുക്കുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. ആരെയും കൊലപ്പെടുത്തുവാനോ ആക്രമിക്കുവാനോ ഉള്ള ഒരു ആഹ്വാനവും അതിൽ നിങ്ങൾക്ക് ആർക്കും കാണാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകൾ, ഇസ്ലാമിന്റെ നാമം പറഞ്ഞു നടക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. 6-ാം നൂറ്റാണ്ടിന്റെ